സുന്ദർനഗർ രാജ്യം തന്റെ പേര് പോലെ വളരെ മനോഹരമായിരുന്നു. അവിടുത്തെ രാജാവ് വിക്രം സിംഗ് തന്റെ രാജ്യത്തെ വളരെ നന്നായി നോക്കി വന്നു. ആ രാജ്യത്തിന്റെ ആചാരങ്ങൾ, സമൂഹം, പൊളിറ്റിക്സ്, പിന്നെ പണസംബന്ധമായ കാര്യങ്ങളിൽ ആ രാജ്യം വളരെ ശക്തിയുള്ളതായിരുന്നു. രാജ്യത്തിന്റെ മന്ത്രിമണ്ഡലത്തിൽ ഓരോരുത്തരും നല്ല ശക്തിയുള്ളവരും കഴിവുള്ളവരും ബുദ്ധിശാലികളുമായിരുന്നു. ആ മന്ത്രിമാരിൽ 3 സഹോദരന്മാർ ജയനാഥ്, വിജയനാഥ്, പിന്നെ സുജയ്നാഥും ഉണ്ടായിരുന്നു. ജയനാഥ് മൂത്ത ആളാണ്, രണ്ടാമത്തെ ആൾ വിജയനാഥ്, പിന്നെ ഏറ്റവും അവസാനം സുജയ്നാഥ്. ഇവർ 3 പേരുടെ അച്ഛനായ ദിഗ് വിജയനാഥ് ഗ്രാമത്തിലേക്ക് വന്ന സാധുവിനെ നല്ല രീതിയിൽ സ്വീകരിച്ചു. അതിനു പകരം അദ്ദേഹം ദിഗ് വിജയന് ഒരു നല്ല വരം നൽകി. മകനെ, നീ തന്ന സേവനം കാരണം കൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചിരിക്കുന്നു. പറയൂ, നിനക്ക് എന്താണ് വേണ്ടത്? സ്വാമി, ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട. പക്ഷെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുന്നു. ശരി മകനെ, നിനക്ക് 3 കുട്ടികളുണ്ടാവും. ആ 3 പേരിൻ്റെ അടുത്തും വേറെ വേറെ ശക്തികളുണ്ടാവും. ആ 3 പേരിൻ്റെ അടുത്തും മനുഷ്യത്വം, ബലം, പിന്നെ കുറഞ്ഞ ശക്തികളും ഉണ്ടാവും. ഇതാണ് എന്റെ ആശീർവാദം. ചെന്ന് സന്തോഷത്തോടെ ഇരിക്കും. ദിഗ്വിജയിന് 3 മക്കൾ ജനിച്ചപ്പോൾ 3 പേർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ടായിരുന്നു. ജയനാഥ് വളരെ ബുദ്ധിശാലിയും സൽസ്വഭാവിയുമായിരുന്നു. അദ്ദേഹം എല്ലാ പ്രശ്നവും തന്റെ ബുദ്ധി ഉപയോഗിച്ച് പരിഹരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കൊണ്ട് മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കി അദ്ദേഹം എങ്ങനെ സംസാരിക്കുമെന്നാൽ മുൻപിലുള്ളവരെ ആകർഷിക്കുന്നത് പോലെ സംസാരിക്കും. വിജയനാഥിന്റെ കൈകൾക്ക് നല്ല ശക്തി ഉണ്ടായിരുന്നു. സുജയ്നാഥിന് കാരുണ്യവും സ്നേഹവും ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് കഠിന മനസ്സുള്ളവരെയും കാട്ടിലെ മൃഗങ്ങളെ പോലും അദ്ദേഹം മയക്കിയെടുക്കും. അദ്ദേഹം മനുഷ്യന്റെയോ ഏതെങ്കിലും മൃഗത്തിന്റെയോ തലയിൽ കൈവയ്ക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ വശത്താകും. 3 പേരുടെ കഴിവിനെ കുറിച്ചും അവരുടെ അച്ഛന് നന്നായി അറിയാം. അവർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയതും തന്നെ 3 പേരും അച്ഛന്റെ അരികിലിരുന്നപ്പോൾ അവരുടെ അച്ഛൻ പറഞ്ഞു, ഇവിടെ നോക്കൂ മോനെ, നിങ്ങളുടെ പഠിത്തം മുഴുവനും പൂർത്തിയായിരിക്കുകയാണ്. എനിക്കെന്താണ് ആഗ്രഹം പറഞ്ഞാൽ നിങ്ങളുടെ 3 പേരിന്റെ അടുത്ത് ഇരിക്കുന്ന വ്യത്യാസമുള്ള ശക്തിയാണ്. നിങ്ങളുടെ ഭാവി നല്ലതിനു വേണ്ടി തീർച്ചയായിട്ടും ഉപയോഗിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ശക്തി മനുഷ്യരിന് എല്ലാവർക്കും നല്ലതിനു വേണ്ടി അത് സഹായിക്കും. 3 സഹോദരങ്ങളും തങ്ങൾക്ക് കിട്ടിയ വരത്തിന്റെ ശക്തി ഉപയോഗിച്ച് സുന്ദർനഗർ രാജ്യത്തിലെ മന്ത്രികളായി തിരഞ്ഞെടുക്കപ്പെട്ടു. 3 സഹോദരങ്ങളും അവരവരുടെ കഴിവുകൾ ഉപയോഗിച്ച് സുന്ദർനഗർ രാജ്യത്തെ വളർത്താനും ബഹുമതി കൂട്ടാനും ഇറങ്ങിത്തിരിച്ചു. ജയനാഥ് തൊട്ടടുത്ത രാജ്യത്തിന്റെ തലസ്ഥാനത്ത് അവിടുത്തെ മന്ത്രിയുമായി സംസാരിച്ചുകൊണ്ട് എന്തു പറഞ്ഞെന്നാൽ, ഇവിടെ നോക്കൂ ജയ്സിംഗ്, നിങ്ങളുടെ രാജ്യത്തിനും ഞങ്ങളുടെ രാജ്യത്തിനും എല്ലാം മുടിവായിരിക്കുകയാണ്. നിങ്ങളുടെ രാജ്യത്തിന്റെ ആ എല്ലയുണ്ടല്ലോ, അത് നേരെ ദേവി പുഴയുടെ ഓരോ ആയിട്ടാണ് പിരിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ആ ദേവി പുഴയുടെ വെള്ളം നമ്മുടെ 2 രാജ്യം ജനങ്ങളും ഉപയോഗിച്ചാൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇവിടെ നോക്കൂ, യുദ്ധം ചെയ്യണകൊണ്ട് നിങ്ങൾക്കും നല്ലതല്ല, ഞങ്ങൾക്കും നല്ലതല്ല. അങ്ങനെ സംഭവിച്ചാൽ 2 രാജ്യത്തിനും പ്രശ്നമാണ്. അതുകൊണ്ട് എന്റെ ആലോചന എന്ത് വെച്ചാൽ നമുക്ക് സമാധാനത്തിൽ ജീവിക്കണം. അങ്ങനെ നടന്നാൽ നിങ്ങൾക്കും നല്ലതാണ്, ഞങ്ങൾക്കും നല്ലതാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ജയ്നാഥ്. 10 കൊല്ലമായിട്ട് നടക്കണ ഈ പ്രശ്നത്തിന് നിങ്ങൾ എത്ര പെട്ടെന്നാണ് ഒരു ഉത്തരം തന്നത്. എനിക്ക് നിങ്ങളുടെ ആലോചനയിൽ സമ്മതം. എന്തുകൊണ്ട് അധികം സമ്മതിക്കില്ല? ജയനാഥ് തന്റെ കണ്ണുകൊണ്ട് ആ മന്ത്രിയുടെ കണ്ണിലേക്ക് നോക്കി തന്റെ ബുദ്ധി ഉപയോഗിച്ച് പ്രശ്നം വേഗത്തിൽ പരിഹരിച്ചെടുത്തു. തന്റെ ബുദ്ധിശക്തിക്കൊരു പരീക്ഷണമായും പിന്നെ അതിന്റെ ലാഭം 2 രാജ്യങ്ങൾക്കും കിട്ടി. ഇവിടെ ബുദ്ധിശക്തിയാണ് ജയിച്ചതെങ്കിലും ശരീരത്തിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാനാകുമോ? ഒരു വലിയ മരത്തിനെ വിജയനാഥ് വേരോടെ പിഴുതെടുത്തു. അദ്ദേഹത്തിന് അതൊരു മരം പോലെയല്ല, ചെടി പോലെയാ തോന്നിയത്. ഇത് കണ്ടിട്ട് രാജാവ് വിക്രം സിംഗ് അദ്ദേഹത്തോട് എന്തു പറഞ്ഞെന്നാൽ, വാവ്, അത്ഭുതം വിജയനാഥ്. നിങ്ങളുടെ ഈ ശക്തി കാരണം ആര് കണ്ണുവെക്കരുത്. നിങ്ങൾ ഞങ്ങളുടെ സേനാധിപതിരിക്കണോട് ഞങ്ങൾക്ക് അഭിമാനമാണ്. മഹാരാജാവേ, സുന്ദർനഗറിനെ സേവനം ചെയ്യാനായിട്ട് നിങ്ങൾ എനിക്ക് അവകാശം തന്നിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളെ എപ്പോഴും വിഷമിക്കാൻ അനുവദിക്കില്ല. വിജയനാഥ് ഒരുപാട് യുദ്ധങ്ങളിൽ ജയിച്ച് തന്റെ രാജാവിനെ സന്തോഷിപ്പിച്ചു. ചില ഭടന്മാർ തടവുകാരായി. അവരുടെ മനസ്സിൽ സ്നേഹവും നന്മയും വളർത്താൻ മനസ്സു മാറ്റുന്ന ജോലി സുജയ്നാഥ് വളരെ സന്തോഷത്തോടെ ചെയ്തുകൊണ്ടിരുന്നു. സ്നേഹം, സമാധാനം കാരണം കൊണ്ട് നമ്മുടെ ഈ ലോകം മൊത്തം ഭരിക്കാൻ പറ്റും. നിങ്ങൾ ഈ തറവലിർന്ന് പുറത്തു പോയിട്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കണം. അതാണ് വേണ്ടത്. സ്നേഹ സമാധാനം കൊണ്ട് മനുഷ്യനെ മാത്രമല്ല മൃഗത്തിനെയും നിങ്ങൾക്ക് നല്ലപോലെ മാറ്റാൻ സാധിക്കും. ഇത് കണ്ടിട്ട് വിജയ് സിംഗിന് ഇരിക്കാനായില്ല. അദ്ദേഹം സുജയ്നാഥിനടുത്തേക്ക് വന്നു.
ജനങ്ങൾക്ക് നല്ലത് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യണ ഈ പ്രിയപ്പെട്ട കാര്യമുണ്ടല്ലോ, സത്യമായിട്ടും ഇത് വളരെ നല്ല കാര്യമാണ്. നിങ്ങൾ 3 സഹോദരന്മാരും ഈ രാജ്യത്തിന് നല്ലപോലെ കിട്ടിയിരിക്കുകയാണ്. അതെ, ഇത് നേരാണ്. ഈ 3 സഹോദരന്മാരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പക്ഷെ ഒരു ദിവസം ഇവർക്ക് പോലും അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. ഒരു യുദ്ധത്തിൽ രാജാവ് പടത്തലവന് വലിയ സ്ഥാനം നൽകി. ഇത് കാരണം ആ 3 സഹോദരന്മാരും കൊട്ടാരത്തിൽ മത്സരിച്ചു. ക്ഷമിക്കണം മഹാരാജാവേ, ഈ യുദ്ധത്തിൽ സേനാധിപതിക്ക് മാത്രം നല്ല അഭിമാനവും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതില് എന്റെ പങ്കും ഉണ്ടല്ലോ. ഞാൻ നിങ്ങൾക്ക് വരയിട്ട് തന്നതാണ്. അത് ഉപയോഗിച്ചുകൊണ്ടല്ലേ നിങ്ങൾക്ക് വിജയം കിട്ടിയത്. അല്ല മഹാരാജാവേ, ഇദ്ദേഹം പറഞ്ഞു തന്നിരിക്കാം. പക്ഷെ യുദ്ധ മൈതാനത്തില് ഞാനല്ല എന്റെ പട കൊണ്ട് യുദ്ധം ചെയ്തത്. ഇവിടെ നോക്ക് ചേട്ടാ, നിങ്ങൾ കുറച്ച് രാജ്യത്തില് നമ്മുടെ രാജ്യത്തിന് സുഹൃത്ത് വെച്ചു. പക്ഷെ കുറച്ച് രാജ്യം കൊണ്ട് യുദ്ധം സംഭവിക്കുന്നുണ്ടല്ലോ, അത് ഞാൻ ചെയ്യുന്നു. അതുകൊണ്ട് ഈ യുദ്ധത്തില് എനിക്കാണ് കൂടുതൽ അഭിമാനം കിട്ടേണ്ടത്. ചേട്ടാ നിങ്ങൾ ഇരിക്കു ചേട്ടാ. ഞാൻ ശത്രുവിന്റെ നാട്ടിക്ക് ചെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അതായത് ഈ യുദ്ധം ചെയ്യണ കൊണ്ട് എത്ര പ്രശ്നങ്ങളാ വരുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ അവന്റെ മനസ്സിലിരുന്ന് യുദ്ധം ചെയ്യുന്ന ആലോചന പോലും വിടാൻ വെച്ചു. ഇത് വളരെ മഹത്വമായ കാര്യമാണ്. അതുകൊണ്ട് മഹാരാജാവേ, ഈ യുദ്ധത്തിന്റെ വിജയം ഞാൻ കാരണമാണ്. അതുകൊണ്ട് എനിക്ക് വേണം കൂടുതൽ അഭിമാനം കിട്ടേണ്ടത്. പിന്നെ എനിക്ക് കുറെ പൈസ വേണം. അല്ല, എനിക്കാണ് ഇത് കിട്ടേണ്ടത്. അല്ല, ഇത് എന്റെ അധികാരമാണ്. അല്ല, എനിക്ക് വേണം കൂടുതൽ പൈസ കിട്ടാൻ. അവർക്കിടയിൽ അത്ര വലിയ പ്രശ്നമുണ്ടായി. അതിനുശേഷം ആ സഭയിൽ നിന്നും 3 പേരും ഓരോരുത്തരായി പുറത്തേക്ക് വന്നു. ഇക്കാര്യം രാജാവ് വിക്രം സിംഗിന്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു. അവർക്ക് ശിക്ഷ നൽകണമെന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷെ അദ്ദേഹത്തിനൊന്നും ചെയ്യാനായില്ല. കാരണം 3 പേരും ആ രാജ്യത്തിൽ മഹത്തായവരാണ്. രാജാവ് 3 പേരെയും മനസ്സിലാക്കിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അത് നടന്നില്ല. അവർ 3 പേർക്കിടയിൽ പിഴവുണ്ടായി. ഇത് നടന്ന കുറച്ചു ദിവസത്തിന് ശേഷം രാജകൊട്ടാരത്തിൽ 4 പേർ കരഞ്ഞുകൊണ്ടേ വന്നു. മഹാരാജാവേ, ഞങ്ങൾ നല്ല വിഷമത്തിലാണ്. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്നേ, അല്ലെങ്കിൽ ഞങ്ങൾ മരിക്കും. മഹാരാജാവേ, ഞങ്ങളുടെ ജീവൻ തന്നെ നാശമായി പോവാണ്. ആ രാക്ഷസ സിംഹന്റെ അടുത്ത് ഞങ്ങളുടെ ജീവനെ രക്ഷിക്കണം. ആദ്യം എന്താ സംഭവിച്ചെന്ന് പറയൂ. മഹാരാജാവേ, ഞങ്ങളുടെ ഗ്രാമത്തില് ഒരുപാട് ഭീകരമായ ഒരു വലിയ സിംഹം വന്നിട്ടുണ്ട്. അത് അതിന്റെ വായിലിരുന്ന് തീവിടുണ്ട്. അത് അതിന്റെ ഭക്ഷണത്തിനെ കത്തിച്ച് കഴിക്കുകയാണ്. അത് സാധാരണ മനുഷ്യ കൊണ്ട് കൊല്ലാൻ സാധിക്കില്ല. അത് നമ്മുടെ ഗ്രാമത്തിലിരുന്ന ആട് മാട് എല്ലാത്തിനും, അത് മാത്രമല്ലാതെ ജനങ്ങളിൽ കുറച്ചു പേരിനെ കൊന്നു കഴിച്ചു. അതുപോലെ അതിന് കാട്ടിലുള്ള മൃഗങ്ങളെയും കഴിക്കുന്നു. പെട്ടെന്ന് ഞങ്ങളെ രക്ഷിക്കണം മഹാരാജാവേ, വേഗം എന്തെങ്കിലും ചെയ്യണേ. ഇക്കാര്യം കേട്ടതും രാജാവ് വിക്രം സിംഗിന് വിഷമമായി. അദ്ദേഹം ഉടനെ തന്റെ വീരന്മാരെ ജയ്നാഥ്, വിജയ്നാഥ് പിന്നെ സുജയ്നാഥിനെ വിളിക്കാനായി പറഞ്ഞയച്ചു. 3 പേരും ഉടൻ തന്നെ കൊട്ടാരത്തിലേക്ക് വന്നെത്തി. മഹാരാജാവേ, ഈ പ്രശ്നം നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വിടൂ. ഞാൻ ഇടുന്ന പദ്ധതി കൊണ്ട് ആ ഭീകരമായ സിംഹം നമ്മുടെ അടുത്ത് കുടുങ്ങും. നിങ്ങളത് നോക്കിക്കോളൂ. ഇല്ല മഹാരാജാവേ, ഈ പണി എന്റെ അടുത്താണ്. ഞാൻ അതിന്റെ ഒപ്പം ഏറ്റുമുട്ടി അതിന്റെ കഥനെ അവസാനിപ്പിക്കാം. മഹാരാജാവേ, ഇത്തവണ നിങ്ങൾ എന്നെ അയക്കൂ. ഞാൻ എന്റെ ശക്തി കാരണം കൊണ്ട് ഞാൻ അതിനെ ശാന്തിപ്പെടുത്താം. 3 പേരും ആ സിംഹത്തിനെ എതിർക്കാൻ ചെന്നപ്പോൾ ആ മാന്ത്രിക സിംഹത്തിന് മുൻപിൽ 3 പേർക്കും ഒന്നും ചെയ്യാനായില്ല. വിജയ്നാഥ് തന്റെ 2 കൈകൊണ്ട് അതിനെ എതിർത്തപ്പോൾ ആ സിംഹം അദ്ദേഹത്തെ ഉപദ്രവിച്ചു. ഇതെല്ലാം കണ്ടതിനു ശേഷം സുജയ്നാഥിന് അതിന്റെ മുൻപിൽ പോകാൻ പോലും പേടിയായി. 3 പേരും അവസാനം തളർന്നുപോയി. ആ സിംഹം ഇത്ര ശക്തിയുള്ളതും ഇത്ര ബലശാലിയാണെന്ന് എനിക്ക് അറിയാതെ പോയിരുന്നു. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ആ സിംഹത്തിനെ നിങ്ങൾ 3 പേരും ചേർന്ന് അവനെ കയ്യിലാക്കാൻ. അതിനുവേണ്ടി നിങ്ങൾ 3 പേരും ഒന്നിച്ച് ചേർന്ന് പോകണം. ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ വാശിയെല്ലാം വിട്ടുകൊണ്ട് രാജ്യത്തിന് നല്ലതിനു വേണ്ടി ഒന്നിച്ച് ചേർന്നു പോകൂ. രാജാവ് പറഞ്ഞതിന് 3 പേരും സമ്മതിക്കേണ്ടി വന്നു. കാരണം രാജ്യത്തിന്റെ സുരക്ഷിതത്വം അത്യാവശ്യമാണ്. ജയനാഥ് ഒരു പദ്ധതി ഇട്ടു. അതായത് ഗ്രാമത്തിന് പുറത്തുള്ള ഗുഹ അത് കാട്ടിലായിരുന്നു. അതിൽ ആടുകളൊക്കെ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. അതായത് സിംഹത്തിന് അവരെ മാത്രമേ കാണാൻ സാധിച്ചു. വിജയ്നാഥ് എന്തു ചെയ്തെന്നാൽ സിംഹം തന്നെ തുരത്തിക്കൊണ്ടുവന്ന് ആ ഗുഹയുടെ അടുത്തേക്ക് എത്തിക്കുന്നതിന് സമ്മതിച്ചു. സുജയ്നാഥ് ഇക്കാര്യം നടക്കുമ്പോൾ മൃഗങ്ങളൊന്നും ശല്യം ചെയ്യാൻ പാടില്ല എന്ന്, അതുകൊണ്ട് അവരോട് സംസാരിച്ച് അവരെ കാട്ടിലെ ഒരു മൂലയിൽ നിർത്തി. വാ മോനെ വാ, ഇപ്പൊ തീർച്ചയായിട്ടും നീ പിടിവിട്ടേ പറ്റൂ. ഇതിന്റെ മണം കൊണ്ട് നീ എന്റെ അടുത്തേക്ക് തന്നെ വരണം. പിന്നെ ഞാൻ ഗുഹയിലേക്ക് വിളിച്ചുകൊണ്ട് പോവും. നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഈ സ്ഥലത്ത് തന്നെ നിൽക്കൂ. ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ആ സിംഹം കണ്ടാലേ പിന്നെ ഗുഹയിൽ നിന്ന് ഓടി ഇവിടേക്ക് എത്തും. പിന്നീട് എന്താ, സിംഹം വന്നതും തന്നെ
വിജയനാഥിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന സ്മെല്ല് അതിന് കിട്ടി. പിന്നെ അദ്ദേഹത്തെ തുരത്തിക്കൊണ്ടോടി. വിജയനാഥ് ആ ഗുഹയുടെ അടുത്തെത്തിയതും കാട്ടിൽ എവിടെയോ ചെന്ന് മറഞ്ഞു. അപ്പോഴാണ് സിംഹം ഗുഹയുടെ അകത്തുണ്ടായിരുന്ന ആടുകളെ കണ്ടത്. സിംഹം ആ ഗുഹയുടെ അകത്ത് കയറി. അപ്പോഴാണ് വിജയനാഥ് ഒരു വലിയ പാറ കൊണ്ടുവന്ന് ആ ഗുഹയുടെ വാതിൽ പൂട്ടിവെച്ചത്. പിന്നെ ആ സിംഹം ആ ഗുഹയിൽ തന്നെ കുടുങ്ങിപ്പോയി. 3 പേരും കാര്യം കഴിഞ്ഞതും രാജാവിനെ കാണാനായി വന്നു. രാജാവ് അവരോട് എന്തു പറഞ്ഞെന്നാൽ, ഒന്നിച്ചിരിക്കേണ്ട ശക്തി നിങ്ങളെല്ലാം കണ്ടതല്ലേ. നമ്മൾ ഒരുമിച്ചിരുന്നാൽ ഏത് വലിയ പ്രശ്നത്തിലും നമുക്ക് പരിഹാരം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ 3 സഹോദരന്മാരും എപ്പോഴും ഒന്നിച്ചിരിക്കണം. മഹാരാജാവേ, ഞങ്ങൾ ഞങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയിരിക്കുന്നു. പിന്നെ ഒന്നിച്ചിരിക്കേണ്ട ശക്തിയും ഞങ്ങൾ മനസ്സിലാക്കി. ഇന്ന് തൊട്ട് തങ്ങൾ 3 പേരും ഒന്നിച്ചെന്നെ ഇരിക്കും.